സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്നുത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. കർത്താവായ യേശുക്രിസ്തു ശുശ്രൂഷയുമായി സഞ്ചരിക്കുന്നതിനിടയിൽ സംഭവിച്ച ഒരു അത്ഭുതകരമായ, ഒരു ശ്രദ്ധേയമായ സംഭവമാണിത്. ഒരു കനാന്യ സ്ത്രീ വന്ന് തന്റെ മകളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതും കർത്താവ് ആദ്യം വന്ന് നിഷേധിക്കുന്നതും, എന്നാൽ അവളുടെ ബുദ്ധിപൂർവമായ വിശ്വാസത്തോടു കൂടിയുള്ള ആ മറുപടി കേട്ടപ്പോൾ കർത്താവെ മനസ്സലിഞ്ഞ് അവൾ ആവശ്യപ്പെട്ടത് ചെയ്തു കൊടുക്കുന്നതുമായ കഥയാണിത്. ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്നു. അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഈ കനാന്യ സ്ത്രീ എങ്ങനെയാണ് അറിഞ്ഞത്? വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല, എങ്കിലും ഊഹിക്കാവുന്നതാണ്. യേശുവിനെ കണ്ടപ്പോൾ ഇവളെ വല്ലവരോടൊക്കെ അന്വേഷിച്ച് കാണും, ഇത് ആരാത്? അപ്പോൾ യേശുവിനെ അറിയാവുന്ന ചുരുക്കം പേരാരെങ്കിലും പറഞ്ഞു കൊടുത്തു കാണും. യേശു എന്ന് പറയുന്ന ആളാണ്, നസ്രേനായ യേശു എന്ന പേരിൽ അറിയപ്പെടുന്നു. കേട്ടില്ലായിരുന്നു ആ പാലസ്തീൻ നാട്ടിലൊക്കെ വലിയ അത്ഭുതങ്ങളൊക്കെ ഈയിടെ നടക്കുന്നത്? ആ അത്ഭുതം പ്രവർത്തിക്കുന്ന ആളാണ് ഈ പോകുന്നത് എന്ന് പറഞ്ഞിരിക്കാം. അല്ലാതെ വേറെ വഴിയിലൊന്നും കനാന്യ സ്ത്രീ യേശുവിനെ അറിയാൻ സാധ്യതയില്ല. യേശുവിനെ ഈ കനാന്യ സ്ത്രീ അറിഞ്ഞത് എങ്ങനെയാണെങ്കിലും അറിയേണ്ട പോലെ അറിഞ്ഞിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. ഈ കനാന്യ സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം. കനാന്യരെന്ന് പറയുന്നത് ഏതാണ്ട് 1500ഓളം വർഷം മുൻപ് ഇസ്രായേൽക്കാരവിടെ വരുമ്പോൾ ഈ ദേശത്ത് അടക്കി വാണിരുന്നതായ തദ്ദേശവാസികളാണ്. അവരോട് നിരന്തരം യഹോവയ്ക്ക് യുദ്ധമുണ്ട്, അല്ലെ ഇസ്രായേൽ ജനത്തിന് യുദ്ധമുണ്ട്. കനാന്യരെ പൂർണ്ണമായി നശിപ്പിച്ചു കളയാൻ യോശുവയുടെ കാലത്ത് കഴിഞ്ഞില്ല. അതുകൊണ്ട് കനാന്യര് കുറെ പേര് ആ ദേശത്തൊക്കെ താമസമുണ്ട്. ഇസ്രായേൽക്കാരുമായിട്ട് അവർ നിരന്തരമായി യുദ്ധത്തിലും പോരാട്ടത്തിലും ശത്രുതയിലുമൊക്കെയാണ്. ഇസ്രായേലിന്റെ പ്രഖ്യാപിത ശത്രുക്കളുടെ കൂട്ടത്തിൽ വരുന്നവരാണ് ഈ കനാന്യരെന്ന് പറയുന്നത്. അതൊരു കാരണമാണ്. രണ്ടാമത്, കനാന്യരെന്ന് പറയുമ്പോൾ യഹൂദനല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കനാന്യരെന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം യഹൂദൻ മാത്രമാണ് ദൈവത്തിന്റെ ജനമെന്നും ബാക്കിയുള്ളവരൊന്നും ദൈവത്തിന്റെ ജനമല്ലെന്നും വിശ്വസിക്കപ്പെടുന്ന കാലമാണത്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെന്ന് വിശ്വസിക്കപ്പെടുന്ന യഹൂദന്മാരെ സഹായിക്കുവാൻ വേണ്ടിയാണ് യേശു ഇവിടെ വന്നിരിക്കുന്നത്. എന്നാൽ ഈ കനാന്യ സ്ത്രീ വന്നിട്ട് തനിക്ക് സഹായം ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കർത്താവ് ഈ സ്ത്രീയെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം കർത്താവിന്റെ ദൗത്യം അപ്പോൾ ഉണ്ടായിരുന്നത് യഹൂദന്മാരോടാണ്. അല്പം ക്രൂരമായി തോന്നാവുന്ന ചില കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് എന്നുകൂടെ പറയട്ടെ. നമുക്ക് അറിയാവുന്നതുപോലെ ഈ യഹൂദന്മാരെന്ന് പറയുന്നത് അത്ര നല്ല ആൾക്കാരൊന്നുമല്ല. അവരിലെ ഭൂരിപക്ഷവും ദൈവത്തോട് വലിയ ഭക്തിയുള്ളവരുമല്ല. വളരെ ചുരുക്കം പേര് മാത്രമാണ് ദൈവത്തോട് ഭക്തിയുള്ളവർ. എന്നിട്ട് യഹൂദന്മാരെന്ന് പറയുന്നത് ദൈവത്തിന്റെ ജനമാണ് എന്ന് പറയുന്നു. നല്ലവരായ യഹൂദന്മാരുള്ളതുപോലെ തന്നെ ജാതികളുടെ ഇടയ്ക്കും ദൈവത്തോട് സാമാന്യം നല്ല ഭക്തിയുള്ളവരുണ്ട് എന്ന് ദൈവവചനത്തിൽ തന്നെ തെളിവുണ്ട്. എന്നാലേ അവരെ സഹായിക്കുന്നില്ല, യഹൂദന്മാരെ മാത്രം സഹായിക്കുന്നു. ഇവിടെ യേശു ചെയ്തത് തെറ്റല്ലേ എന്നും നമുക്ക് തോന്നാവുന്നതാണ്. ഈ സ്ത്രീ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വരുന്ന സമയത്ത് യേശു പറയുന്ന മറുപടിയും അങ്ങനെയൊക്കെ തന്നെയാണ്. അവൻ അവളോട് ഒരു വാക്കു ഉത്തരം പറഞ്ഞില്ല എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കനാന്യ സ്ത്രീ പുറകെ നടന്ന് നിലവിളിച്ചുകൊണ്ട് വരികയാണ്. എന്നിട്ട് പറഞ്ഞു, എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു, നീ സഹായിക്കണം, ഞങ്ങളോട് കരുണ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് യേശു തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ ഒരു വാക്കുപോലും പറയാതെ ഇങ്ങനെ പോരുകയാണ്. അവന്റെ ശിഷ്യന്മാർ അടുക്ക വന്ന്, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചും കൊണ്ടുവരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് പറഞ്ഞു. ഇവിടെ ശിഷ്യന്മാർക്ക് ഇവളോട് വലിയ സ്നേഹമുണ്ടായിട്ടൊന്നും പറഞ്ഞതല്ല എന്ന് ഓർക്കേണ്ടതാണ്. കാരണം ഇവിടെ സ്നേഹത്തിന്റെ വിഷയമൊന്നുമില്ല. ശിഷ്യന്മാര് പറയാ, ഇവളിങ്ങനെ പുറകെ നിലവിളിച്ചുകൊണ്ട് വരുന്ന ഒരു ശല്യമാണ്, അവളെ എങ്ങനെങ്കിലും ഒന്ന് പറഞ്ഞയക്ക്. അവൾ ആവശ്യപ്പെടുന്നു കൊടുത്തോ, അല്ലെ വല്ല വാക്ക് പറഞ്ഞോ, എന്തെങ്കിലും പറഞ്ഞ് ഇവിടെ ഈ ശല്യം ഒന്ന് ഒഴിവാക്കിത്ത. അതാണ് ശിഷ്യന്മാർ പറയുന്നത്. അല്ലാതെ ശിഷ്യന്മാർക്ക് യേശുവിനുള്ളതിനേക്കാൾ കൂടിയ സ്നേഹമൊന്നും ഈ കനാന്യ സ്ത്രീയോടുണ്ട് എന്ന് നമ്മളാരും ചിന്തിക്കേണ്ടതില്ല. അതിനെ അവൻ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് അല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. ഈ കാര്യം നാം ഒരു മാർമിക വിഷയമായി തന്നെ മനസ്സിലാക്കേണ്ടതാണ്. ഇതിനു മുമ്പേ നാം ഈ 10-ാം അധ്യായം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, കർത്താവ് ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ അവരോട് പറയുന്നു, നിങ്ങളെ യാതൊരു കാരണവശാലും ജാതികളുടെ പട്ടണങ്ങളിൽ പോകരുത്, ഇസ്രായേൽ ജനത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് മാത്രമേ നിങ്ങൾ പോകാവൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് അവരെ വിടുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? അതിന് കാരണം ഞാൻ ഇതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണെങ്കിലും വീണ്ടും പറയട്ടെ. യഹൂദന്മാർക്കു വേണ്ടിയാണ് ദൈവം രക്ഷയൊരുക്കിയത്. കാരണം അബ്രഹാമിന്റെ സന്തതിയായ യഹൂദന്മാർക്കാണ്
ദൈവീക കൽപ്പന പ്രകാരം അല്ലെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം ഈ രക്ഷ വരുവാനിരിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് രക്ഷ കൊടുക്കുവാൻ കർത്താവ് ആ സമയത്ത് ഉദ്ദേശിച്ചിട്ടില്ല. ദൈവത്തിന്റെ അനന്തമായ ജ്ഞാനത്താൽ ദൈവമെല്ലാം അറിയുന്നു എന്നത് വസ്തുതയാണ്, സത്യമാണ്. എങ്കിൽ പോലും ഇത് പറയുന്ന സമയത്ത് യഹൂദന്മാർക്കല്ലാതെ ജാതികളിൽപ്പെട്ടവർക്ക് രക്ഷ കൊടുക്കുക എന്നൊരു പരിപാടി ഇല്ല. പിന്നെ എപ്പോഴാണ് അത് സംഭവിക്കുക? റോമാലേഖനം 9, 10, 11 അധ്യായങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു പഠിച്ചുകൊള്ളുക. യഹൂദന്മാർ കർത്താവിനെ തള്ളിക്കളഞ്ഞതുകൊണ്ടാണ് ജാതികൾക്ക് രക്ഷ വന്നത്. യഹൂദന്മാർ കർത്താവിനെ തള്ളിക്കളഞ്ഞില്ലായിരുന്നു എങ്കിൽ ജാതികൾക്ക് രക്ഷ വരികയില്ലായിരുന്നു, കർത്താവ് അവരെ രക്ഷിക്കയില്ലായിരുന്നു. എന്നാൽ റോമാലേഖനത്തിൽ പറയുന്നു, യഹൂദന്മാരെ അവിശ്വാസത്താല് ദൈവത്തെ തള്ളിക്കളഞ്ഞപ്പോൾ യഹൂദന്മാരുടെ അവിശ്വാസ നിമിത്തം ജാതികൾക്ക് രക്ഷ വന്നു എന്നേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ യഹൂദന്മാരുടെ അവിശ്വാസം കൊണ്ടാണ് ജാതികൾക്ക് രക്ഷ ലഭിച്ചത്. അങ്ങനെ യഹൂദന്മാർ കർത്താവിനെ തള്ളിക്കളഞ്ഞു എന്ന് ഉറപ്പാകുന്നത് വരെ ജാതികളിലേക്ക് തിരിയുവാൻ കർത്താവിന് സാധ്യമല്ല. കാരണം കർത്താവ് നീതിമാനാണ്. നീതിമാനായ ദൈവത്തിന് തന്റെ വാക്കുകൾ മാറ്റാൻ പറ്റില്ല. യഹൂദന്മാർക്ക് വേണ്ടിയാണ് രക്ഷ എന്നത് ശരിയാണ്. കർത്താവിന് ഈ സന്ദർഭത്തിൽ അത് മാറ്റാൻ പറ്റില്ല. എന്നാൽ ജാതികൾക്ക് കൂടി രക്ഷ കൊടുക്കണമെങ്കിൽ യേശുവിനെ യേശുവിനെ തള്ളിക്കളയണം. ആ സംഭവം ഉണ്ടായത് ഓശാന ഞായറാഴ്ച എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആ സംഭവം നടന്ന ദിവസമാണ്. കർത്താവായ യേശു ക്രിസ്തു രാജാവായിട്ട്, യഹൂദന്മാരുടെ രാജാവായിട്ട്, യഹൂദന്മാരുടെ മിശിഹായായിട്ട് പ്രവചനങ്ങളുടെ നിവൃത്തിയായി കഴുതപ്പുറത്ത് കയറി വന്നപ്പോൾ അവർ യേശുവിനെ സ്വീകരിക്കേണ്ടതായിരുന്നു. എന്നാൽ യേശുവിനെ അവർ സ്വീകരിക്കാഞ്ഞത് നിമിത്തം അവരുടെ ആ ചാൻസ് നഷ്ടപ്പെടുകയും വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും സുവിശേഷത്താൽ രക്ഷപ്പെടാമെന്നുള്ളതായ കൽപ്പന, പുതിയൊരു നിയമം കർത്താവ് കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ യഹൂദന്മാർ കർത്താവിനെ തള്ളിക്കളയുന്ന സമയം വരെയുള്ള കാലത്ത് ദൈവം യേശുവിനെ അയച്ചത് യഹൂദ ഗോത്രങ്ങളിലെ കാണാതെ പോയ ആടുകളിലേക്ക് മാത്രമാണ്. കനാന്യ സ്ത്രീ ആ കൂട്ടത്തിൽ വരുന്നതല്ല. അതുകൊണ്ടാണ് പ്രത്യക്ഷത്തിൽ അല്പം ക്രൂരമെന്ന് തോന്നുന്ന വിധത്തിലുള്ള മറുപടി കർത്താവ് അവളോട് പറയുന്നത്. ഈ സ്ത്രീ കർത്താവിന്റെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്, കർത്താവേ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം അതികഠിനമായിരിക്കുന്നു, നീ ഞങ്ങളെ സഹായിക്കണമേ. ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് കർത്താവ് മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പം വിട്ടുകൾ ഞങ്ങൾ പോവുകയല്ല ചെയ്തത്. കർത്താവും ശിഷ്യന്മാരും പോകുമ്പോൾ പുറകെ നിലവിളിച്ചുകൊണ്ടേ വരികയാണ്. കർത്താവേ കരുണ തോന്നണമേ, ദാവീദ് പുത്ര കരുണ തോന്നണമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് വരികയാണ്. ഇവിടെ ദാവീദ് പുത്ര എന്ന് പറയുമ്പോൾ തന്നെ യേശുവിനെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ ഇവർക്ക് അറിയാമെന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. ഒരുപക്ഷെ ഈ ദാവീദ് പുത്ര എന്ന് വിളിക്കുമ്പോൾ മിശിഹ എന്ന സങ്കല്പത്തെക്കുറിച്ച് പോലും ഇവൾക്ക് ജ്ഞാനമുണ്ടായിരുന്നുവെന്ന് വേണം ഊഹിക്കാൻ. അപ്പോൾ സാധാരണക്കാരിയായ ഒരു സ്ത്രീ അല്ലിവള്. കനാന്യ സ്ത്രീ ആണെങ്കിലും നല്ല അറിവുള്ളവരാണ്, യഹൂദന്മാരുടെ മതത്തെക്കുറിച്ച് അറിയാവുന്നതാണ്. അങ്ങനെ ശരിയായ പരിജ്ഞാനമുള്ള ഈ സ്ത്രീ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്നും പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പിന്നാലെ വരികയാണ്. ശിഷ്യന്മാർക്ക് ഇവളുടെ ഈ ഉപദ്രവം കാരണം സഹിക്കാൻ വയ്യാതായിരിക്കുന്നു. സ്വസ്ഥമായിട്ട് നിൽക്കാൻ മേല ഇവള് പുറകെ കിടന്ന് നിലവിളിക്കുകയാണ്. അതുകൊണ്ട് ശിഷ്യന്മാർ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഈ സ്ത്രീയെ എങ്ങനെങ്കിലും ഒന്ന് സഹായിക്കണം, ഇവളെ പറഞ്ഞയക്കണം. സഹായിക്കണമെന്നുള്ളതിനേക്കാൾ ഇവളെ ഒന്ന് പറഞ്ഞയക്കണം, ഒന്ന് രക്ഷിച്ചു തരണം, ഇവളുടെ ഉപദ്രവം ഒന്ന് ഒഴിവാക്കി തരണം. ഇതാണ് ശിഷ്യന്മാര് പറയുന്നത്. എന്നാലേ കർത്താവിന് ആ രൂപത്തിലല്ല അതിനെ കാണാൻ കഴിയുക. ഉപദ്രവം ഒഴിവാക്കുക എന്നും പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് ചെയ്തു വിടാൻ പറ്റത്തില്ല. കാരണം കർത്താവിനെ നിയമപ്രകാരം ചട്ടപ്രകാരമൊക്കെ ചെയ്യാൻ പറ്റൂ. കർത്താവിനെ അയച്ചിരിക്കുന്നത് ഇപ്പോൾ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുത്തേക്കാണ്. അങ്ങനെ ഇസ്രായേൽ ജനത്തിലെ കാണാതെ പോയ ആടുകളെ തിരഞ്ഞു നടക്കുന്ന യേശുവിന് ഇസ്രായേലുമായി ബന്ധമില്ലാത്തതെന്ന് മാത്രമല്ല, ഇസ്രായേലിന്റെ പ്രഖ്യാപിത ശത്രുക്കളായ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ഈ സ്ത്രീയെ സഹായിക്കാൻ പറ്റില്ല. അതാണ് കർത്താവ് പറയുന്നത്. അതിന് അവൻ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് അല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്നുത്തരം പറഞ്ഞു. അപ്പോൾ ഈ കാര്യം പറയുന്നത് ശിഷ്യന്മാരോട് കർത്താവ് സംസാരിക്കുന്നത് ഈ സ്ത്രീയും കേൾക്കാനിടയായി എന്ന് ഓർക്കണം. ഏതായാലും സ്ത്രീ അടുത്തു വന്നിട്ട്, എന്നാൽ അവൾ വന്നു, കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു, അവനെ നമസ്കരിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മറുപടി പറയാൻ വേണ്ടി കർത്താവ് ഒന്ന് നിന്ന് കാണും. സാധാരണഗതി കർത്താവ് ഇങ്ങനെ നടന്നു പോകുന്നു, ശിഷ്യന്മാർ പിന്നാലെ വരുന്നു. ഏറ്റവും പുറകിലായിട്ട് ഈ സ്ത്രീ നിലവിളിച്ചുകൊണ്ട് വരുന്നു. അതാണ് സാഹചര്യം. എന്നാലേ ശിഷ്യന്മാർ ഈ കാര്യം പറഞ്ഞപ്പോൾ കർത്താവ് അവരോട് മറുപടി പറയാൻ വേണ്ടി ഒന്ന് നിന്നു, തിരിഞ്ഞു നിന്നിട്ട് മറുപടി പറഞ്ഞു കാണും. അങ്ങനെ ഇവർ നിന്നു കഴിഞ്ഞപ്പോൾ സ്ത്രീയും ഇവരോടൊപ്പം എത്തി. എന്നിട്ട് കർത്താവിനെ വന്ന് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, കർത്താവേ എന്നെ സഹായിക്കണമേ. വാസ്തവത്തിലെ ഇങ്ങനെയൊരു സാഹചര്യത്തില് ശരി, നിന്റെ പ്രാർത്ഥന പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു വിടുകയാണ് വേണ്ടത്. എന്നാൽ അങ്ങനെ ചെയ്യുന്നില്ല.
കർത്താവ് വീണ്ടും അവിടെ അല്പം ക്രൂരമായ മറുപടിയാണ് പറയുന്നത്. അവനോ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്നുത്തരം പറഞ്ഞു. അപ്പോഴ് കർത്താവ് അതിനൊരു മറുപടി പറയുന്നത്, നീ എന്നോട് പറയുന്നു നിന്നെ ഞാൻ സഹായിക്കണമെന്ന്. പക്ഷേ ഒരു പ്രശ്നം ഇവിടെയുണ്ട്. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുകയില്ല. അത് എല്ലാ വീടുകളിലും ചെയ്യുന്ന കാര്യമാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചു, അതെടുത്ത് ഉടനെ പട്ടിക്കിട്ട് കൊടുക്കുകയാണോ ചെയ്യുന്നത്? അങ്ങനെയല്ല. നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നതിന് മുമ്പേ സ്വന്തം മക്കൾക്ക് കൊടുക്കും. അവരെ തിന്ന് ശേഷിപ്പിച്ചാൽ നായ്ക്കുട്ടികൾക്ക് കൊടുക്കും. കർത്താവ് പറയാണ്, എന്റെ മക്കൾക്ക് ഇതുവരെ തൃപ്തി വന്നിട്ടില്ലല്ലോ, അവർക്ക് കൊടുത്ത് തീർന്നിട്ടില്ലല്ലോ, ആദ്യം ഞാൻ അവർക്ക് കൊടുക്കട്ടെ, അത് കഴിഞ്ഞ് മിച്ചമുണ്ടേ നായ്ക്കുട്ടിയുടെ കാര്യം പരിഗണിക്കാം. വാസ്തവത്തില് കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ ഒരാള് ഇങ്ങനൊരു മറുപടി പറഞ്ഞു എന്ന് വിശ്വസിക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ നാം വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം നമുക്കിത് വളരെ ക്രൂരമായ മറുപടിയാണ് എന്ന് തോന്നുമെങ്കിലും ദൈവീക നീതിയുടെ ആ കാഴ്ചപ്പാടിലൂടെ നോക്കി കഴിയുമ്പോൾ ഇത് സത്യമാണ്. ഭംഗിവാക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവനീതി എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തിലെ കാണാതെ പോയ ആടുകളെ തെരഞ്ഞു രക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഇരിക്കെ അതിനിടയ്ക്ക് ഇങ്ങനെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കർത്താവിന് കഴിയുന്നതല്ല. പിന്നെ ഭംഗിവാക്കായിട്ട് വേണമെങ്കിൽ അവളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് വിടാവുന്നതാണ്. പക്ഷെ കർത്താവ് ആരെയും അങ്ങനെ ഭംഗിവാക്ക് പറഞ്ഞ് ചതിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവ് ചതിയനല്ല. പറയാനുള്ളത് നേരെ പറയാനുള്ള ധൈര്യം കർത്താവിനുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇസ്രായേൽ മക്കൾക്കല്ലാതെ ഞാനിപ്പോൾ നായ്ക്കുട്ടികൾക്ക് പുറജാതികൾക്ക് ഇത് കൊടുക്കുകയില്ല എന്ന്. പക്ഷേ കർത്താവിന് വേണമെങ്കിൽ അത് മധുരമായി പറയാമായിരുന്നില്ലേ? ഇസ്രായേൽ ജനത്തിന് മാത്രമേ സൗഖ്യം നൽകി കൊടുക്കാവൂ എന്നാണ് ദൈവം എന്നോട് കൽപ്പിച്ചിരിക്കുന്നത്. നീ ഇസ്രായേൽക്കാരിയല്ലോ, അതുകൊണ്ട് നിന്റെ മകൾക്ക് ഇപ്പോൾ സൗഖ്യം വരുത്തി തരുവാൻ എനിക്ക് പറ്റുന്നതല്ല എന്ന് മധുരമായിട്ട് ആ സ്ത്രീയോട് പറയാമായിരുന്നില്ലേ എന്ന് നമുക്കൊരു സംശയം തോന്നാം. പക്ഷെ കർത്താവ് അല്പം ക്രൂരമായി ഇങ്ങനെ മറുപടി പറഞ്ഞു. ആ വാക്ക് കേട്ടിട്ട് ഇവൾ പിണങ്ങിപ്പോയിരുന്നു എങ്കിൽ ഇവളുടെ മകൾക്ക് സൗഖ്യം വരികയില്ലായിരുന്നു. കർത്താവ് അവളെ വാസ്തവത്തിൽ പരീക്ഷിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അങ്ങനൊരു വാക്ക് അവിടെ പറയത്തില്ല. ഇവളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് പറയുന്നത് മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുകയില്ല എന്ന്. വാസ്തവത്തിൽ ഇവൾ അത്ര വലിയ വിശ്വാസക്കാരിയൊന്നും അല്ലെങ്കിൽ അത്ര ആകാംക്ഷയോടെ കിട്ടിയേ മതിയാകൂ എന്നുള്ളതായ ആർത്തിയോടെ വന്നവളൊന്നും അല്ല എങ്കിൽ ഇതുപോലൊരു വാചകമൊക്കെ കേൾക്കുമ്പോൾ പോകും. നമ്മളിപ്പോ അത്യാവശ്യത്തിന് ഒരാളോട് ചോദിക്കുകയാണ്, എനിക്കൊരു 100 രൂപ വേണം, എന്റെ കാശുള്ള എന്റെ ആവശ്യത്തിനാണ്, നിനക്ക് തരാനല്ല എന്ന് പറഞ്ഞാല് ഉടനെ നമ്മളാ എന്നാ വേണ്ടാന്നും പറഞ്ഞങ്ങ് പോകുന്നെങ്കിൽ അത്രയ്ക്കുള്ള ആവശ്യമൊക്കെ നമുക്കുള്ളൂ. എന്നാലിപ്പോ ആ 100 രൂപ കിട്ടിയില്ലെങ്കിൽ തന്റെ ജീവന് തന്നെ ആപത്ത് വരും, അല്ലെ തനിക്ക് പ്രിയപ്പെട്ട ആർക്കെങ്കിലും ആപത്ത് വരും. ഇത് കിട്ടാതെ മറ്റൊരു നിവൃത്തിയും ഇല്ല എങ്കിൽ ഇനി ആ മനുഷ്യൻ ചീത്ത വിളിച്ചാൽ പോലും നമ്മൾ അതൊക്കെ സഹിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും എനിക്ക് 100 രൂപ തരണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കരയും. ആട്ടി ഓടിച്ചാലോ ചവിട്ടി ഓടിച്ചാലോ പോവുകയില്ല. അങ്ങനെ നിന്ന് കരയുമ്പോഴാണ് അത് കിട്ടുക. പല ഭിക്ഷക്കാരെ നമ്മളെ പോടാന്ന് പറഞ്ഞാലും പോകത്തില്ല, കാശ് കൊടുക്കാതെ പോകത്തില്ല. അത് അവരുടെ ഒരു അടവാണ്. എന്നാൽ പോലും അവസാനം നമ്മുടെ കയ്യിൽ നിന്ന് കാശും മേടിച്ചവൻ പോകും എന്ന് പറയുന്നത് പോലെയാണ് മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുകയില്ല എന്ന് കർത്താവ് അല്പം ക്രൂരമായിട്ട് തന്നെ ഇവളോട് പറയുകയാണ്. സാധാരണഗതിയിൽ അവള് ആ ഒറ്റ വാക്കേൽ എന്നാ ഞങ്ങൾക്ക് വേണ്ട, അങ്ങനെയുള്ളത് ഇല്ലേലും വേണ്ടില്ല, ഞാൻ എന്റെ മോടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞു പോകേണ്ടതാണ്. പക്ഷെ അവള് പോയില്ല. സമർത്ഥമായ ഒരു മറുപടിയാണ് അവൾ അതിന് പറയുന്നത്. അതിന് അവൾ അതേ കർത്താവേ, അപ്പൊ അതേ കർത്താവിനെ കോൺട്രാഡിക്റ്റ് ചെയ്യല്ല. കർത്താവെ നീ പറഞ്ഞത് ശരിയാണ്, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ ഇവള് പറയുന്ന ആ മറുപടിയുടെ ആ പ്രാധാന്യം നമ്മൾ നോക്കണം. കർത്താവ് പറഞ്ഞു, ഞാന് മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കയില്ല. നമുക്കൊന്ന് സങ്കല്പിച്ചു നോക്കാം. ഒരു വീട്ടില് മേശയ്ക്ക് ചുറ്റും മക്കൾ ഇരിക്കുകയാണ്. പിതാവ് അല്ലെങ്കിൽ മാതാവ് അവർക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നു, അവര് ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നായ്ക്കുട്ടി എന്ന് പറഞ്ഞ വാക്കിന് ഒരു വിശദീകരണം പറയാതിരിക്കാൻ പറ്റില്ല.